ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ തിരുവനന്തപുരം സദ്യയിലൊക്കെ കിട്ടുന്ന ബോളിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ബോളി ഉണ്ടാക്കാൻ ഇത്ര ഈസിയാണെന്ന് വീട്ടിൽ ഞാൻ തയ്യാറാക്കി നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോളി എങ്ങനെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാമെന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ. കണ്ടോ, 2 ലെയറായി തന്നെ പൊടിഞ്ഞു പോകുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോളി. ഇങ്ങനെയാണ് ബോളി സാധാരണ സദ്യക്കൊക്കെ വിളമ്പാറ്, ബോളിയും പാൽപ്പായസവും. അപ്പോൾ ഞാനിന്ന് 250 ml അളവാണ് കാണിക്കുന്നത്. ഈ മെഷർമെൻറ്റ് കപ്പില്ലെങ്കിൽ ഇങ്ങനെ ഒരു കപ്പായാലും മതിയാകും. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചായി വെള്ളമൊഴിച്ച് നല്ല ലൂസായി കുഴച്ചെടുക്കണം. അപ്പോൾ 1 കപ്പ് മൈദ, കപ്പ് അളവ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ 10 ടേബിൾ സ്പൂൺ മൈദാമാവ്. ഇനി വെള്ളത്തിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഏത് ഗ്ലാസ്സിലാണോ മൈദാമാവ് എടുത്തത് ആ സെയിം ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് വെള്ളം. അതായത് ഇപ്പം ഞാൻ 10 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ടെങ്കിൽ 14 ടേബിൾ സ്പൂൺ വാട്ടർ ചേർത്ത് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. അത്രയും ലൂസായിരിക്കണം ഈ മാവ്. 1 കപ്പ് കടലപ്പരിപ്പ് എടുക്കുകയാണെങ്കിൽ 1 കപ്പ് മൈദാമാവ് തന്നെ ആവശ്യമില്ല. മൈദാമാവ് കുറവും കടലപ്പരിപ്പ് കൂടുതലുമാണ് വേണ്ടത്. പക്ഷെ ആദ്യമായിട്ടുണ്ടാക്കുന്നവർക്ക് മൈദാമാവ് അത്ര തിന്നായി പരത്തിയെടുക്കാൻ പറ്റിയില്ലെങ്കിലോ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ 1 കപ്പ് കടലപ്പരിപ്പിന് 1 കപ്പ് മൈദാമാവിൻ്റെ അളവ് പറഞ്ഞത്. അങ്ങനെ മാവിലേക്ക് കുറച്ചായി വെള്ളമൊഴിച്ച് നല്ല ലൂസായി കുഴച്ചെടുക്കണം. അപ്പോൾ 1/2 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ലൂസായി കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന സ്റ്റേജിൽ കുറച്ച് നല്ലെണ്ണ കയ്യിലൊഴിച്ച് കുഴച്ചെടുക്കാം. നല്ലെണ്ണയാണെന്ന് കേൾക്കുമ്പോൾ അങ്ങനെ സംശയമേ വേണ്ട. നല്ലെണ്ണയുടെ ടേസ്റ്റേ ബോളിയിൽ വരില്ല. പക്ഷേ ബോളിയിൽ വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നല്ലെണ്ണയാണ്. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന സ്റ്റേജിൽ ഓരോ ടീസ്പൂൺ വീതം നല്ലെണ്ണ ഒഴിച്ച് നന്നായിട്ട് ഒരു 5 മിനിറ്റ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മാവ് കയ്യിലെടുത്ത് നോക്കിയാൽ ഇത്രയും ലൂസായിരിക്കണം. ഇങ്ങനെ ഒരു ടെക്സ്ചറാണ് നമുക്ക് വേണ്ടത്. ഇത്രയും വെള്ളത്തിൻ്റെ അളവ് ഈ മാവിൽ വേണം. അല്ലെങ്കിൽ നമുക്ക് മാവ് പരത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബോളിക്ക് ആ സോഫ്റ്റ്നെസ്സും വരില്ല. ഇനി മാവ് ഒന്ന് പരത്തി കൊടുക്കാം. അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച്, അതായത് മാവിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വേണം നല്ലെണ്ണ ഒഴിക്കാൻ. അങ്ങനെ ഈ മാവ് 1 മണിക്കൂർ എണ്ണയിൽ സോക്ക് ചെയ്ത് വയ്ക്കാം. 2 മണിക്കൂറായാലും പ്രശ്നമൊന്നുമില്ല. ഈ മാവ് നല്ല സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ പ്രോസസ്സ് ഒഴിവാക്കാൻ പാടില്ല. ഇനി അടുത്തതായി കടലപ്പരിപ്പ് വേവിച്ചെടുക്കണം. അപ്പം ഞാൻ 1 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്, അതായത് 250 ഗ്രാം. അതിലേക്ക് ഏത് കപ്പിലാണോ കടലപ്പരിപ്പ് എടുത്തത് അതിൻ്റെ ആ സെയിം കപ്പിൽ 2.5 കപ്പ് വെള്ളം, അല്ലെങ്കിൽ കടല മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കളറിന് വേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ലോ ഫ്ലെയിമിൽ 3 വിസിൽ. ഇപ്പോൾ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, എന്നാൽ വെന്ത് ഉടഞ്ഞു പോയിട്ടുമില്ല. ഇനി ഇതിന് വെള്ളം തോരാൻ വേണ്ടി വെക്കാം. വെള്ളമൊക്കെ നന്നായി തോർന്ന് പരിപ്പൊന്ന് തണുത്ത് കിട്ടണം. ഈ പരിപ്പൊക്കെ ഒന്ന് തണുത്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ബോളിയിലേക്ക് ഫ്ലേവറിന് വേണ്ട ജാതിക്കായും ഏലക്കായും പൊടിച്ചെടുക്കണം. വേണ്ടത് ബോളിയുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയാണ്. അപ്പോൾ 1 കപ്പ് കടലപ്പരിപ്പിന് 1 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്. അതായത് ടേബിൾ സ്പൂണിൻ്റെ അളവ് പറയുകയാണെങ്കിൽ 13 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ച ജാറിലേക്ക് തന്നെ ഞാൻ കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടലപ്പരിപ്പ് ഒന്നിച്ച് അരച്ചെടുക്കാൻ പറ്റില്ല, അത് നന്നായിട്ട് അരയില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മിക്സിയുടെ അടപ്പ് തുറന്ന് സൈഡിലേക്ക് പോയതൊക്കെ ഇളക്കി ഇട്ട് കൊടുക്കണം. അപ്പോൾ നന്നായി അരച്ചോ അല്ലെങ്കിൽ പൊടിച്ചോ എടുക്കണം. കടലപ്പരിപ്പ് അരഞ്ഞില്ലെങ്കിൽ ബോളി പരത്തിയെടുക്കാൻ പാടാണ്. 3-4 പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് ബാക്കിയുള്ള പരിപ്പ് കൂടി നമുക്ക് നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ കണ്ടോ, കടലപ്പരിപ്പ് ഒട്ടും തരിയില്ലാതെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ഈ പൊടിച്ച് വെച്ച കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് 10 to 15 മിനിറ്റ്സ് നെയ്യിൽ വറുത്തെടുക്കാം. കടലപ്പരിപ്പിൻ്റെ പച്ചമണം മാറുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇടയ്ക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി നെയ്യ് ആഡ് ചെയ്യാം. നല്ല ഒരു മണം വരുന്ന ടൈമിൽ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. സിമ്മിൽ തന്നെ ഇട്ട് ഇളക്കി കൊടുക്കണം. പഞ്ചസാര ചേർക്കുമ്പോൾ കുറച്ചൊന്ന് ലൂസാകും. അപ്പോൾ പഞ്ചസാര ചേർത്തതിന് ശേഷം ഏകദേശം ഒരു 10 മിനിറ്റ് കൂടി നമുക്ക് ഇളക്കേണ്ടി വരും.
അപ്പോൾ ആദ്യം നെയ്യ് ചേർത്ത് 15 മിനിറ്റ്, പിന്നെ പഞ്ചസാര ചേർത്ത് 10 മിനിറ്റ്. ഈ സമയത്ത് ബോളിക്ക് ഫ്ലേവർ കൊടുക്കുന്ന ജാതിക്കാപ്പൊടിയും ഏലക്കാപ്പൊടിയും ചേർക്കാം. പിന്നെ ചുക്കുപൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചുക്ക് വേണമെങ്കിലും ചേർക്കാം. പക്ഷേ ഞാനിപ്പോൾ ജാതിക്കായും ഏലക്കായുമാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ ജാതിക്കാപ്പൊടിയും 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇങ്ങനെ ഏകദേശം ഒരു 10 മിനിറ്റോളം ചെറിയ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുഴഞ്ഞ് ഉരുണ്ട് ഒറ്റ ഉരുളയായി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് ഈ മാവിനെ വേറൊരു പാത്രത്തിലേക്ക് തണുക്കാനായി വെക്കാം. ഈ ഒരു പാകത്തിന് തന്നെ തീ ഓഫ് ചെയ്യണം, കാരണം കടലപ്പരിപ്പിൻ്റെ മാവ് ഇരിക്കും തോറും ഹാർഡാവും. കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഒരു നാരങ്ങയുടെ വലുപ്പത്തിൽ ഈ മാവിനെ ഉരുട്ടിയെടുക്കാം. ബോളിയുടെ വലുപ്പത്തിനനുസരിച്ച് സൈസ് എല്ലാം നിങ്ങൾക്ക് തീരുമാനിക്കാം. അങ്ങനെ മുഴുവൻ മാവും നമുക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ കയ്യിൽ ഓയിലോ നെയ്യോ ഒന്നും സ്പ്രെഡ് ചെയ്യാതെ തന്നെ നമുക്ക് ഈ മാവ് ഉരുട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഫുൾ മാവും ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. നേരത്തെ കുഴച്ച് വെച്ച മൈദാ മാവ് ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 2 മണിക്കൂറോളം ആവാറായിട്ടുണ്ട്. അപ്പം നമ്മൾ ഒഴിച്ചു വെച്ച എണ്ണ അങ്ങനെ തന്നെ കിടപ്പുണ്ട്, മാവിൽ അബ്സോർബൊന്നും ആയിട്ടില്ല. മാവ് സോഫ്റ്റ് ആകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഈ എണ്ണ നമുക്ക് പിന്നീട് യൂസ് ചെയ്യാം. അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അത് പിന്നീട് ദോശക്കല്ലിൽ പുരട്ടാനോ അങ്ങനെ എന്തിനെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, മൈദ മാവിൻ്റെ ടെക്സ്ചർ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എത്ര തിന്നായിട്ട് വേണമെങ്കിലും നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. ഇങ്ങനെ മാവാകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഓയിൽ ഒഴിച്ച് വയ്ക്കുന്നത്. ഇനി ആ മൈദയിൽ നിന്ന് കുറച്ച് മാവെടുത്ത് കയ്യിൽ വെച്ച് തിന്നായി പരത്തിയെടുക്കാം. ഇടയ്ക്ക് പരത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ആദ്യം അതിൽ നിന്ന് മാറ്റി വെച്ച നല്ലെണ്ണയിൽ ഒന്ന് തൊട്ടിട്ട് നന്നായി പരത്തി കൊടുക്കാം. കയ്യിൽ വെച്ച് എത്രത്തോളം തിന്നാക്കി പരത്താമോ അത്രത്തോളം തിന്നായി തന്നെ പരത്തണം. കാരണം ഇതിൽ കടലമാവാണ് കൂടുതൽ, മൈദമാവ് കുറച്ചേ ഉണ്ടാവാൻ പാടുള്ളൂ. മൈദമാവ് കൂടിയാൽ ബോളി സോഫ്റ്റ് ആവില്ല. മൈദയുടെ കോട്ടിംഗ് വളരെ തിന്നായിരിക്കണം, കാരണം കടലമാവ് മാത്രം നമുക്ക് പരത്തിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ കടലമാവിനൊരു പ്രൊട്ടക്ഷൻ അത്രമാത്രം മതി മൈദമാവ്. ഇങ്ങനെ തിന്നായി പരത്തിയ മൈദമാവിലേക്ക് കടലമാവിൻ്റെ ഉരുള വെച്ച് കൊടുത്ത് 4 സൈഡിൽ നിന്നും മൈദമാവ് വലിച്ച് ഈ കടലമാവിനെ കവർ ചെയ്യണം. ഇങ്ങനെ നന്നായി കവർ ചെയ്തതിന് ശേഷം എക്സ്ട്രാ വരുന്ന മൈദമാവ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഫുൾ കവർ ചെയ്തെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കൈവെള്ളയിൽ വെച്ച് ചെറുതായി പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളിലെ കടലമാവെല്ലാം ഈവനായിട്ട് സ്പ്രെഡായിട്ടുണ്ടാവും. നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ച കടലമാവ് ഫുൾ ഇതുപോലെ മൈദമാവിനുള്ളിൽ കവർ ചെയ്ത് വയ്ക്കാൻ പാടില്ല. അറ്റ് എ ടൈം ഒരു 4-5 എണ്ണം ചെയ്താൽ മതിയാകും. ഇല്ലെങ്കിൽ പരത്തി വെക്കുന്ന ബോളി ഉണങ്ങിയ പോലെ ആയിപ്പോകും. ഇപ്പോൾ ഒരാൾ പരത്തി ഒരാൾ ചുട്ടെടുക്കാനുണ്ടെങ്കിൽ ഓക്കെയാണ്. ഈ കടലമാവിനെ മൈദാമാവിനുള്ളിൽ വെച്ചിട്ട് കവർ ചെയ്തതിന് ശേഷം ഇങ്ങനെ വലിച്ച് ഈ ബാക്കി വരുന്ന മൈദാമാവ് നമ്മൾ കട്ട് ചെയ്ത് കളയണം. അതിന് ശേഷം വേണം നന്നായിട്ട് റൗണ്ട് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ ആ ബാക്കി വരുന്ന മൈദ മാത്രം നമ്മൾ പരത്തുമ്പോൾ സ്പ്രെഡായി ബോളി ഹാർഡായിപ്പോവും. ഇപ്പം ഞാൻ ഒരു 4-5 എണ്ണം ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തി ചുട്ടെടുക്കാം. അപ്പോൾ ബോളി പരത്തുന്നതിന് വേണ്ടി കുറച്ച് അരിപ്പൊടിയാണ് വേണ്ടത്. ഇപ്പോൾ തരിയില്ലാത്ത അരിപ്പൊടിയാണ് വേണ്ടത്. അപ്പത്തിൻ്റെയോ പത്തിരിയുടെയോ പൊടിയെടുക്കാം. ഇനി ഈ അരിപ്പൊടിയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ബോളൊന്ന് റോള് ചെയ്തിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെ തന്നെ പരത്തി ചുട്ടെടുക്കാം.
ഇപ്പം കണ്ടോ, മൈദമാവിനേക്കാളും കടലമാവാണ് നല്ല വിസിബിളായി വന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള ബോളി ചുട്ടെടുത്താലായിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോളി കിട്ടുക. കടലമാവ് ഇതുപോലെ ഒട്ടും തരിയില്ലാതെ നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ തിന്നായിട്ട് പൊട്ടിപ്പോകാതെ ബോളി പരത്തിയെടുക്കാൻ പറ്റും. ഇങ്ങനെ പരത്തിയെടുക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കുന്നതായിട്ട് തോന്നിയാൽ വീണ്ടും അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ബോളി ചുട്ടെടുക്കുമ്പോഴും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒത്തിരി സമയം കല്ലിലിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. കല്ല് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചതിന് ശേഷം ബോളി ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് വെന്ത് വരുമ്പോൾ, അതായത് കളറൊക്കെ മാറി വരുമ്പോൾ തിരിച്ചിട്ടിട്ട് ആ വെന്ത ഭാഗത്ത് നെയ്യ് തടവി കൊടുക്കാം. പിന്നെയും തിരിച്ചിട്ട് അടുത്ത സൈഡിൽ നെയ്യ് തടവി ഉടനെ തന്നെ കല്ലിൽ നിന്ന് മാറ്റാം. കടലമാവ് ഓൾറെഡി കുക്കായതാണ്. ഇനി ആ മൈദയുടെ തിൻ ലെയർ മാത്രം ഒന്ന് കുക്കായാൽ മതി. അപ്പോൾ നെയ്യ് തടവി ഒത്തിരി സമയം ഇട്ടാൽ ക്രിസ്പിയായി പോകും. ബോളി എപ്പോഴും പൊടിഞ്ഞു പോകുന്ന ഒരു ടെക്സ്ചറിലായിരിക്കണം. ബോളി പരത്താൻ ഉപയോഗിച്ച അരിപ്പൊടി കല്ലിലായിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് തുടച്ച് കളയാം. അപ്പോൾ ഞാൻ ബോളി എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മൈദമാവ് ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് കടലയ്ക്ക് 3/4 കപ്പ് മൈദയെ വേണ്ടി വരുള്ളൂ. പക്ഷേ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവർക്ക് 1 കപ്പ് കടലപ്പരിപ്പിന് 1 കപ്പ് മൈദമാവ് എന്ന അളവിൽ തന്നെ എടുക്കാം. ഞാൻ 2 രീതിയിൽ ബോളി ഉണ്ടാക്കാറുണ്ട്. ഇത് ഒരു രീതി. ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് ലെങ്ത് കൂടിപ്പോയത് കൊണ്ട് ഞാൻ അടുത്ത മെത്തേഡ് അടുത്ത വീഡിയോയിലിടാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.